ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. ഇന്ന് നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നടക്കാൻ പോകുന്നത്. നമുക്ക് കാറൊക്കെ ഉണ്ട്, എന്നിരുന്നാലും നമുക്കൊരു ടാക്സി കാറ് വേണമായിരുന്നു. അപ്പം നമ്മൾ ഒരു വണ്ടിക്ക് വേണ്ടി കൊടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ ശരിയായി. അപ്പം ഞാനും ചേട്ടനും മക്കളും കൂടെ ഇന്ന് നമ്മുടെ വണ്ടിയിൽ നിന്ന് പുതിയതായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ വണ്ടി എടുക്കണം ഷോറൂമിലേക്ക് പോവുകയാണ്, ഞാനും ചേട്ടനും മക്കളും കൂടെ ചേർന്ന്. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മളെ ഓട്ടോയിൽ കൊണ്ട് പോണത്. അവിടെ പോണ വഴിക്ക് നമുക്ക് അവിടെ ഷോറൂമിൽ മുട്ടായി കൊടുക്കണം. അപ്പം നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തൊരു ഗൾഫിൽ നിന്നൊക്കെ ഉള്ള ഒരു ചോക്ലേറ്റൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് ബംഗ്ലാദേശിൽ. അപ്പോൾ ആ കടയിൽ ചേട്ടനും ഇളയ മോനും കൂടെ പോയി അവർക്ക് കൊടുക്കാൻ വേണ്ടി മുട്ടായിയൊക്കെ വാങ്ങിച്ച് നമ്മൾ 11:45 ആയപ്പോൾ നമ്മൾ പാപ്പനംകോടുള്ള മാരുതി ഷോറൂമിൽ നമ്മൾ എത്തി. അവിടെ ചായ ഇടുന്ന ചേച്ചിയാണ് കേട്ടോ ഈ ചേച്ചി. നല്ല സ്നേഹമാണ് ആ ചേച്ചി. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വണ്ടി എടുത്തിട്ടുണ്ടല്ലേ, അപ്പം നമ്മളെ പരിചയമുണ്ട്. അപ്പം ചേച്ചി നമുക്ക് കോഫി തരട്ടാന്ന് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ്. അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് കോഫി ഇട്ട് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്ന സമയത്ത് നമ്മളുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഒരു മാഡം ബുക്കും പേപ്പറും നമ്മൾക്ക് കൊണ്ട് തന്ന്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് തരികയാണ്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഭയങ്കര സംഭവം പോലെ അവിടെ വെയിറ്റിട്ടിങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടൻ അതൊക്കെ നോക്കി പറഞ്ഞ് ഇത് ചെയ്തിട്ട് ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പേരിലാണ് വണ്ടി ഇറക്കിയത്. അപ്പോൾ ഞാൻ ചേട്ടനോട് അനുവാദമൊക്കെ ചോദിച്ച് ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ കാണിച്ചിട്ട് 2 സഹോദരങ്ങൾ, അവരാണ് നമുക്ക് ഈ വണ്ടിയുടെ കാര്യത്തിന് വേണ്ടി എല്ലാം ചെയ്തൊക്കെ തന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് താക്കോല് തരയാണ് കേട്ടോ. ഞാനും ചെന്നും കൂടെ മക്കളും കൂടെ നിന്ന് അപ്പോൾ ഞങ്ങൾക്ക് താക്കോല് കൈമാറി. അപ്പോൾ അതിന് ശേഷം കാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് 2 സ്റ്റാഫുകൾ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത് പോലെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ അവരവരുടെ പ്രോസസ്സിങ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ വണ്ടി ഒന്ന് ബ്ലസ് ചെയ്യിപ്പിക്കണം. അപ്പം ഞങ്ങൾ കഴക്കൂട്ടത്ത് അവിടെ ഒരു സാന്ത്വനമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ മുൻ ഇടവക വികാരി ജേക്കബ് അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അച്ഛനെ വന്ന് വണ്ടി കൊണ്ട് കാണിച്ചിട്ട് നമ്മൾ വണ്ടി ഒന്ന് അച്ഛനെ കൊണ്ട് ബ്ലസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പ്രാർത്ഥനയൊക്കെ പഠിച്ച് നമ്മുടെ വണ്ടിയിൽ കുരിശൊക്കെ ഇട്ട് വണ്ടിക്കകത്തൊക്കെ വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം നമ്മളോട് അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ നിന്ന് സംസാരിച്ച്. അപ്പോൾ അച്ഛൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കണത് എൻ്റെ മോനാണ്, മൂത്തവന് നമ്മളെയൊക്കെ അച്ഛന് നല്ല അതുപോലെ അറിയാം. നമുക്ക് എന്ത് വിഷമമുണ്ടെങ്കിൽ നമ്മൾ അച്ഛനോടാണ് പോയൊക്കെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യണത്. അങ്ങനെ നമ്മളുടെ വണ്ടിയുടെ ആശീർവാദമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് അച്ഛൻ ഒരു നാരങ്ങ വെള്ളമൊക്കെ നമുക്ക് തന്ന് കുടിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ വണ്ടിയുടെ ആശീർവാദമൊക്കെ അവിടെ കഴിഞ്ഞു. അച്ഛനുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷം നമുക്കിനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു രാവിലെ. ഞാൻ മടിച്ച പോലെ മടി പിടിച്ചിരുന്നു കേട്ടോ, അവർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ. അപ്പം ഇനി ഫുഡ് കഴിക്കണം നമുക്ക്. അപ്പം നല്ല വിശപ്പുണ്ട്. അപ്പം ഞാൻ വരുന്ന വഴിക്ക് തന്നെ എനിക്ക് ഛർദിലൊക്കെ ഉണ്ടായി കേട്ടോ ഈ പ്രാവശ്യം കാറിലിങ്ങനെ യാത്ര ചെയ്ത് വന്ന സമയത്ത്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരിക്കും. അപ്പോൾ ചേട്ടൻ എന്നോട് എന്നെ വഴക്കും പറഞ്ഞ് രാവിലെ ആഹാരമൊന്നും ഉണ്ടാക്കി കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതാണ് എന്നൊക്കെ എന്നെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോഴും നമ്മുടെ വീട്ടിലൊരു ഒരു വസ്തു വരുന്നെന്ന് പറയുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതുകൊണ്ടാണ് ഞാനിന്ന് മടി പിടിച്ചിരുന്നത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഈ സാന്ത്വനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മന്തി ഉണ്ടാക്കണ ഒരു കടയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് തന്നെ ഇന്ന് മന്തി കഴിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ മന്തി കഴിക്കാൻ വേണ്ടി നമ്മൾ മന്തി കടയിൽ പോയി. അപ്പോൾ ഇത് ഇവിടുന്ന് കുറച്ച് ഇറങ്ങി കുറച്ച് അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ അച്ഛനോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടെ വീണ്ടും മന്തി കഴിക്കാൻ വേണ്ടി മന്തിക്കടയിൽ പോയി അവിടെ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് പാത്രവും വെള്ളവും ഒക്കെ കൊണ്ടുവന്ന് മയോണൈസ്
ചട്നിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് തന്ന്. അപ്പോൾ ഞങ്ങൾ മന്തി റൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് അവിടെയുള്ള സർവ് ചെയ്യുന്ന ഒരു മോൻ ഞങ്ങൾക്ക് മന്തി ചൂടോടെ മന്തി കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അവർ മൂന്നുപേരും അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ ചോറ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് ആവശ്യത്തിന് ഞാൻ ചോറും എടുത്ത് അതിൻ്റെ ചൂട് ചോറ് എടുത്ത് ചിക്കൻ്റെ ഒരു കാലിൻ്റെ ഒരു പീസും ഞാൻ എടുത്ത് വെച്ച് ഞാൻ അവരെ ഒന്നും നോക്കിയില്ല. അവർക്ക് വിളമ്പാനും നിന്നില്ല, ഒന്നിനും നിന്നില്ല കൂട്ടുകാരെ. എനിക്ക് ആവശ്യത്തിന് എടുത്തു വെച്ചിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് വേറെ 2 കാര്യങ്ങളും കൂടെ ഇന്നുണ്ട്. ഒരു കല്യാണമുണ്ട്. ഞങ്ങൾ ഈ കാർ എടുക്കുന്നതിന് പ്രമാണിച്ച് ഒരു വണക്കം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണക്കത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഇനി വാങ്ങിക്കാൻ വേണ്ടി പോകണം. അതൊക്കെ പോയി വാങ്ങിച്ച് പൂവും ഇതൊക്കെ വാങ്ങിച്ച് വന്നതിന് ശേഷം 3:30 മണിയായപ്പോൾ തലവേദനയൊക്കെ എടുത്ത്. അപ്പോൾ ഇച്ചിരി അവിടെ നിന്നൊരു കട്ടൻ ചായയൊക്കെ അതിൻ്റെ അടുത്ത് ഞങ്ങൾ കുടിച്ചിട്ട് നേരെ നമ്മൾ പള്ളിയിലാണ് 4:45 പള്ളിയിലെത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന ആഹാരവും പൂവൊക്കെ നമ്മുടെ മാതാവിനൊക്കെ ഇട്ട് കൊടുത്ത് അലങ്കരിച്ച്. അപ്പോൾ പള്ളിയിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ 5 മണിയായപ്പം നമ്മളുടെ ജപമാല തുടങ്ങി കേട്ടോ. ജപമാല കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ദിവ്യബലി തുടങ്ങണത്. അപ്പോൾ നമുക്ക് 5:15 ദിവ്യബലിയൊക്കെ തുടങ്ങി. അപ്പം ആൾക്കാരൊക്കെ പള്ളിയിൽ ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് പേരൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം സാധാരണ ഈ വണക്കെടുക്കുന്ന സമയത്ത് ലഡു അല്ലെങ്കിൽ ജിലേബി പായസമൊക്കെ കൊടുക്കും. ഈ പ്രാവശ്യം ഞങ്ങൾ മുട്ടായിയാണ് ഇപ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ ആൾക്കാരൊക്കെ തിരിച്ച് വീട്ടുകളിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് കല്യാണം എന്ന് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ. കല്യാണ ഹാളിൽ വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച്. ഇതാണ് പെണ്ണും ചെറുക്കനും. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് അറിയിപ്പുള്ളത്. ചെറുക്കൻ ഗൾഫിലായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന് കല്യാണത്തിനോടനുബന്ധിച്ച് അവരവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം. നമുക്ക് ഹായൊക്കെ പറഞ്ഞ് അപ്പോൾ ചേട്ടന് അവർക്കൊരു ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. ഇന്ന് ഇത്രയൊക്കെ ഉള്ള കൂട്ടുകാരെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക്, ഒന്ന് ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ്. ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ് കേട്ടോ.